നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ജനം വിധി എഴുതി കഴിഞ്ഞു. പക്ഷേ മെയ് 4 വരെ ആരായിരിക്കും കേരളത്തിൻ്റെ അടുത്ത ഭരണാധികാരി എന്നുള്ള ഒരു ആകാംക്ഷയിലും അതുപോലെ തന്നെ മുന്നണികളെ സംബന്ധിച്ച് ആശങ്കകളുമുണ്ട്. തീർച്ചയായിട്ടും മെയ് 4 വരെ കാത്തിരുന്നേ മതിയാകൂ. ഈ സമയമെന്ന് പറയുന്നത് നമ്മൾ ജനങ്ങൾ ചെയ്തിട്ടുള്ള വോട്ട്, പെട്ടിയിലാക്കിയിരിക്കുന്ന വോട്ട്, അത് ഏറ്റവും സുരക്ഷിതമായി തന്നെ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സംബന്ധിച്ച് അത് നിരീക്ഷിച്ചു വരണം. മെയ് 4 പെട്ടി തുറക്കുമ്പോൾ അത് ആർക്കൊപ്പം കേരളം നിൽക്കുമെന്നുള്ള ഉത്തരവ് നമുക്ക് ലഭിക്കും. എന്നാൽ ഇപ്പോൾ തന്നെ സ്ട്രോങ് റൂമിലെ ബാലറ്റ് പെട്ടിയെ സംബന്ധിച്ച് ചില തർക്കങ്ങൾ ഉടലെടുത്തിരിക്കുകയാണ്. അത് വലിയ ഒരു ഗുരുതരമായിട്ടുള്ള നീക്കത്തിലേക്ക് അടക്കം കടന്നിരിക്കുന്നു. മറ്റൊന്നുമല്ല, വോട്ടിംഗ് യന്ത്രങ്ങൾ സൂക്ഷിക്കുന്ന സ്ട്രോങ് റൂമിൻ്റെ വാതിൽ സുരക്ഷാ ചട്ടങ്ങൾ പാലിച്ച് പൂട്ടുന്നതിനെ കേന്ദ്ര നിരീക്ഷകൻ എതിർത്തതിനെ തുടർന്നാണ് തർക്കം ഉടലെടുത്തത്. കളക്ടറുടെ നിർദ്ദേശപ്രകാരം വാതിൽ പൂട്ടാൻ ചെന്ന ഉദ്യോഗസ്ഥർക്ക് നേരെ സുരക്ഷാ ചുമതലയുള്ള സൈനികർ തോക്കു ചൂണ്ടുകയും ചെയ്തു. വൈക്കം മണ്ഡലത്തിലെ വോട്ടിംഗ് യന്ത്രങ്ങൾ സൂക്ഷിച്ച കോട്ടയം ബസേലിയസ് കോളേജിൽ ഇന്നലെ ഉച്ചയോടെയായിരുന്നു നാടകീയ രംഗങ്ങൾ അരങ്ങേറിയത്. കോൺഗ്രസ് പരാതി നൽകിയതിന് പിന്നാലെ വൈകിട്ടോടെ മുറികൾ ചട്ടപ്രകാരം തന്നെ പൂട്ടി. ഏറ്റുമാനൂർ മണ്ഡലത്തിലെ വോട്ടിംഗ് യന്ത്രങ്ങൾ കോട്ടയം MD സെമിനാരി സ്കൂളിലും വൈക്കത്തേത് ബസേലിയസ് കോളേജിലുമാണ് സൂക്ഷിക്കുന്നത്. സ്ട്രോങ് റൂമുകൾ പൂട്ടിയ ശേഷം കേന്ദ്ര നിരീക്ഷകൻ രഞ്ജൻ കുമാർ സിൻഹയുടെ നിർദ്ദേശപ്രകാരം ഒരു താക്കോൽ താഴിനൊപ്പം ചേർത്ത് അവിടെ തന്നെ സീൽ ചെയ്തു വെച്ചതാണ് വിവാദമായത്. അതായത് സാധാരണ സ്ട്രോങ് റൂമിന്റെ വാതിലിന് 2 പൂട്ടുകളാണുള്ളത്. ഇവ പൂട്ടി മുദ്ര വെച്ച ശേഷം ഒരു പൂട്ടിന്റെ താക്കോൽ റിട്ടേണിംഗ് ഓഫീസറും രണ്ടാമത്തെ പൂട്ടിന്റെ താക്കോൽ അസിസ്റ്റന്റ് റിട്ടേണിംഗ് ഓഫീസറുടെ കയ്യിലും സൂക്ഷിക്കുക എന്ന ചട്ടമാണ് പിന്തുടർന്നു പോരുന്നത്. അതാണ് നിയമം. അതായത് ഒന്ന് റിട്ടേണിംഗ് ഓഫീസറുടെ കയ്യിലും ഒന്ന് അസിസ്റ്റന്റ് റിട്ടേണിംഗ് ഓഫീസറുടെ കയ്യിലുമാണ് സൂക്ഷിക്കേണ്ടത്. പക്ഷേ ഇവിടെ റിട്ടേണിംഗ് ഓഫീസറും അസിസ്റ്റന്റ് റിട്ടേണിംഗ് ഓഫീസറും ഒരുമിച്ചുണ്ടെങ്കിലേ പിന്നീട് സ്ട്രോങ് റൂം തുറക്കാനാകൂ എന്നതാണ് ഈ രീതിയുടെ മെച്ചം. അതായത് തുറക്കുന്ന സമയത്ത് 2 പേരും അവിടെ വേണം. വാതിലിന് കുറുകെ പട്ടിക തറച്ച് കൂടുതൽ സുരക്ഷിതമാക്കുകയും ചെയ്യും. എന്നാൽ ബംഗാളിലും അസമിലൊന്നും ഇങ്ങനെയല്ലെന്നായിരുന്നു കേന്ദ്ര നിരീക്ഷകന്റെ നിലപാട്. 2 പൂട്ടുകളുടെയും ഓരോ താക്കോൽ വീതം താഴുകൾക്കൊപ്പം സീൽ ചെയ്ത് വെക്കണമെന്നും ബാക്കിയുള്ളത് റിട്ടേണിംഗ് ഓഫീസർമാർ സൂക്ഷിക്കുകയാണ് വേണ്ടതെന്നും അദ്ദേഹം പറഞ്ഞു. അതായത് ഇപ്പോൾ കേന്ദ്ര നിരീക്ഷകൻ പറയുന്നത് ഒരെണ്ണം മാത്രം റിട്ടേണിംഗ് ഓഫീസർ ആരുടെയെങ്കിലും കയ്യിൽ കൊടുക്കുക, മറ്റേ ഒന്ന് താഴിനൊപ്പം തന്നെ സീൽ ചെയ്ത് അവിടെ തന്നെ വെക്കുക എന്നുള്ളതാണ്. എന്നാൽ മുറിയുടെ സുരക്ഷ സംബന്ധിച്ച് കോട്ടയം വെസ്റ്റ് പോലീസ് സംശയം പ്രകടിപ്പിച്ചു. റിട്ടേണിംഗ് ഓഫീസറും എതിർപ്പ് അറിയിച്ചു. ഇതിനിടെ ഏറ്റുമാനൂരിലെ UDF സ്ഥാനാർത്ഥിയും DCC പ്രസിഡന്റുമായ നാട്ടകം സുരേഷും ഇലക്ഷൻ ഏജന്റ് G ഗോപകുമാറും കളക്ടർ ചേതൻ കുമാർ മീണയ്ക്കും മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ രത്തൻ കേൽക്കർക്കും പരാതി നൽകി. തുടർന്ന് കളക്ടർ സ്കൂളിലെത്തി ചർച്ചയ്ക്ക് ശേഷം 2ഇടത്തെയും സ്ട്രോങ് റൂമുകൾ പഴയ രീതിയിൽ പൂട്ടാൻ തന്നെ നിർദ്ദേശിച്ചു. ഇതിന് ശ്രമിച്ചപ്പോഴാണ് ബസേലിയസ് കോളേജിൽ കാവൽ നിന്നിരുന്ന CSF സൈനികർ ഉദ്യോഗസ്ഥർക്ക് നേരെ തോക്ക് ചൂണ്ടിയത്. പിന്നീട് കേന്ദ്ര നിരീക്ഷകരും കളക്ടറും ചേർന്ന് തർക്കം പരിഹരിക്കുകയും സ്ട്രോങ് റൂമുകൾ പഴയ രീതിയിൽ പൂട്ടി താക്കോലുകൾ റിട്ടേണിംഗ് ഓഫീസർക്കും അസിസ്റ്റന്റ് റിട്ടേണിംഗ് ഓഫീസർക്കുമായി കൈമാറുകയും ചെയ്തു. അതായത് അവിടെ കാവൽ നിൽക്കുന്ന സൈനികരെ സംബന്ധിച്ച് അത് ഏറ്റവും സുരക്ഷിതമായി അത് മെയ് 4 വരെ അതവിടെ സൂക്ഷിക്കുക എന്നുള്ളത് തന്നെയാണ്. അതിൻ്റെ സുരക്ഷാ ചുമതല അവർക്കാണ്. ഇവിടെ കേന്ദ്ര നിരീക്ഷകനും അതുപോലെ തന്നെ കേരളത്തിലെ കളക്ടറും ജില്ലയുടെ കളക്ടറും അതുപോലെ തന്നെ പരസ്പരം തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും തർക്കമുണ്ടാകുന്ന സമയത്ത് അവരെ സംബന്ധിച്ച് ഇതിൻ്റെ കൂടുതൽ കാര്യങ്ങൾ അവരറിയുന്നില്ല. അവരവരുടെ ഡ്യൂട്ടി ചെയ്യുന്നു എന്ന് മാത്രം. ഏതായാലും നിലവിൽ സാധാരണ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ചെയ്തു വരുന്ന രീതികളിൽ തന്നെയാണ് ചെയ്തിരിക്കുന്നത്. ഒന്ന് റിട്ടേണിംഗ് ഓഫീസർക്കും ഒന്ന് അസിസ്റ്റന്റ് റിട്ടേണിംഗ് ഓഫീസർക്കും അതിൻ്റെ താക്കോൽ കൊടുത്തയച്ചു. പിന്നീട് വാതിലുകൾ വലിയ പ്ലൈവുഡ് ഷീറ്റ് വെച്ച് പറച്ച് അതിന് മുകളിൽ പട്ടിക തറച്ച് സുരക്ഷിതമാക്കി. ജില്ലയിലെ സ്ട്രോങ് റൂമുകളെല്ലാം തന്നെ പിന്നീട് കളക്ടറുടെ നേതൃത്വത്തിൽ പരിശോധിച്ചു. നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണുന്ന മെയ് 4 വരെ വോട്ടിംഗ് യന്ത്രങ്ങൾക്ക് കാവൽ നിൽക്കാൻ സൗകര്യമൊരുക്കണമെന്നാവശ്യപ്പെട്ട്
കോൺഗ്രസ് സ്ഥാനാർത്ഥിയുടെ ഇലക്ഷൻ ഏജന്റ് റിട്ടേണിംഗ് ഓഫീസർക്ക് അപേക്ഷ നൽകിയതും ഇത് സംബന്ധിച്ച് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉത്തരവിന്റെ ചുവട് പിടിച്ച് 2023 കമ്മീഷൻ പുറത്തിറക്കിയ നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇതെന്ന് കോഴിക്കോട് നോർത്തിലെ UDF സ്ഥാനാർത്ഥി കെ ജയന്തിന്റെ ഇലക്ഷൻ ഏജന്റ് ജെയ്സൺ ജോസഫ് മാധ്യമങ്ങളോട് പ്രതികരിച്ചിരുന്നു. അതായത് വോട്ടിംഗ് യന്ത്രങ്ങളുടെ വിശ്വാസ്യത ഉറപ്പിക്കാൻ സ്ട്രോങ് റൂം നിരീക്ഷണത്തിന് സൗകര്യം തേടിയാണ് ജെയ്സൺ നൽകിയ കത്തിന് പിന്നാലെ സംസ്ഥാനത്തെ എല്ലാ മണ്ഡലങ്ങളിലും ഈ രീതി പിന്തുടരാൻ കോൺഗ്രസ് തീരുമാനിച്ചിരുന്നത്. കർണാടക നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇത്തരത്തിൽ വോട്ടിംഗ് യന്ത്രങ്ങൾക്ക് കോൺഗ്രസ് കാവൽ ഏർപ്പെടുത്തിയിരുന്നു. കേരളത്തിൽ ആദ്യമായാണ് ഇത്തരത്തിലൊരു നീക്കം. ഇത് സംബന്ധിച്ച് വാർത്ത പുറത്തു വന്നതോടെ നിയമപരമായി രാഷ്ട്രീയ കക്ഷികൾക്ക് ഇത്തരത്തിൽ നിരീക്ഷണത്തിന് ആവശ്യപ്പെടാനാകുമോ എന്ന സംശയവും വിവിധ കോണുകളിൽ ഉയർന്നിരുന്നു. തെരഞ്ഞെടുപ്പ് പ്രക്രിയയുടെ സമഗ്രത, സുതാര്യത, വിശ്വാസ്യത എന്നിവ ഉയർത്തിപ്പിടിക്കുന്നതിനും ഏതെങ്കിലും തരത്തിലുള്ള കൃത്രിമത്വത്തിനോ ക്രമക്കേടിനോ സാധ്യതയില്ലെന്ന് ഉറപ്പാക്കുന്നതിനും സ്ഥാനാർത്ഥികളുടെ പ്രതിനിധികളെ സ്ട്രോങ് റൂമുകൾ നിരീക്ഷിക്കാൻ അനുവദിക്കണമെന്ന് 2023 ജൂലൈ 18 സംസ്ഥാനങ്ങളിലെയും കേന്ദ്രഭരണ പ്രദേശങ്ങളിലെയും മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർമാർക്ക് അയച്ച കത്തിലാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിർദ്ദേശം നൽകിയതെന്നും ജെയ്സൺ ജോസഫ് പറഞ്ഞു. വോട്ടെടുപ്പിന് ശേഷം ഇലക്ട്രോണിക് വോട്ടിംഗ് യന്ത്രങ്ങളും അനുബന്ധ സാമഗ്രികളും സൂക്ഷിക്കുന്ന കേന്ദ്രങ്ങളാണ് സ്ട്രോങ് റൂമുകൾ. വോട്ടെടുപ്പ് അവസാനിച്ച ശേഷം വോട്ടിംഗ് മെഷീനുകൾ സീൽ ചെയ്ത് സ്ട്രോങ് റൂമിൽ എത്തിക്കുന്നു. വോട്ടെണ്ണൽ ദിനത്തിലെ അവ പുറത്തെടുക്കും. ഇതിന് പോലീസിന്റെയും കേന്ദ്രസേനയുടെയും കനത്ത കാവലുണ്ടാകും. റിട്ടേണിംഗ് ഓഫീസറുടെ മേൽനോട്ടത്തിലാണ് സുരക്ഷാ ക്രമീകരണങ്ങൾ ഉണ്ടാവുക. ഇനി സ്ട്രോങ് റൂമിൽ സൂക്ഷിക്കുന്ന സാമഗ്രികൾ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ കാറ്റഗറി എ വിഭാഗത്തിൽ ഉൾപ്പെടുന്ന വോട്ട് രേഖപ്പെടുത്തിയ ഇലക്ട്രോണിക് വോട്ടിംഗ് യന്ത്രവും VVPAT സ്ലിപ്പുകളും, കാറ്റഗറി ബി വിഭാഗത്തിൽ ഉൾപ്പെടുന്ന പോളിംഗിന് ശേഷം പ്രവർത്തനരഹിതമായ വോട്ടിംഗ് യന്ത്രങ്ങളും അതിനുപയോഗിച്ച VVPAT സ്ലിപ്പുകളും, വോട്ടെടുപ്പിന് ഉപയോഗിച്ച ഫോം 70C, മോക്ക് പോളിന് ഉപയോഗിച്ച സർട്ടിഫിക്കറ്റുകൾ, VVPAT തുടങ്ങിയ സ്ലിപ്പുകൾ എന്നിവ. അതുപോലെ തന്നെ സ്ക്രൂട്ടനി കവറുകൾ, തെരഞ്ഞെടുപ്പ് അനുബന്ധമായ നിയമപരവും അല്ലാത്തതുമായ മറ്റു രേഖകൾ, മഷി, സ്റ്റാമ്പ് പാഡ് തുടങ്ങിയവയും തെരഞ്ഞെടുപ്പ് രേഖകളുടെ പ്രത്യേക സ്ട്രോങ് റൂമിലാണ് സൂക്ഷിക്കുക. സ്ട്രോങ് റൂമുകൾക്ക് ഏറ്റവും പുറത്തുള്ള സുരക്ഷാ പരിധിക്ക് പുറത്ത് സ്ഥാനാർത്ഥികൾക്കോ അവർ നിർദ്ദേശിക്കുന്ന പ്രതിനിധികൾക്കോ മഴ നനയാതെ കൂടാരം ഉൾപ്പെടെ മതിയായ സൗകര്യങ്ങൾ ഒരുക്കണമെന്നും തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിർദ്ദേശത്തിൽ പറയുന്നുണ്ട്. കുടിവെള്ളം, ശുചിമുറി തുടങ്ങിയവയും ഉറപ്പാക്കണം. സ്ട്രോങ് റൂമുകൾ നേരിട്ട് കാണാനാകാത്ത ഇടത്താണ് കൂടാരമെങ്കിൽ സ്ട്രോങ് റൂമിന്റെ വാതിൽ കാണാവുന്ന തരത്തിൽ CCTV സ്ഥാപിച്ച് അതിന്റെ മോണിറ്ററുകൾ കൂടാരത്തിൽ ലഭ്യമാക്കണം. അത്തരം സാഹചര്യത്തിൽ നിശ്ചിത ഇടവേളയിൽ നിരീക്ഷകർക്ക് സ്ട്രോങ് റൂം പരിസരം നേരിട്ട് കണ്ട് വിലയിരുത്താൻ സൗകര്യം നൽകണം. ഇങ്ങനെ നിരവധി നൂലാമാലകളാണ് സ്ട്രോങ് റൂമിനെ സംബന്ധിച്ച്, അതിൻ്റെ സുരക്ഷിതത്തെ സംബന്ധിച്ച് നിലനിൽക്കുന്നത്. അതിനിടയിലാണ് ഇപ്പോൾ ഇവിടെ കേന്ദ്ര നിരീക്ഷകൻ തമ്മിൽ ഒരു തർക്കമുണ്ടാവുകയും ഇത്തരത്തിൽ അതിന് കാവൽ നിന്ന സൈനികർ തോക്ക് ചൂണ്ടുന്ന ഒരു അവസ്ഥയിലേക്ക് വരെ കാര്യങ്ങൾ എത്തിയത്.